സാറേ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടാണെന്നുണ്ടെങ്കിൽ ചേലക്കരയിൽ തീ പടരുവാണല്ലോ. വലിയ പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് പോയിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിയണം, രാജിവെക്കണം എന്നുള്ള നിലപാടിൽ തന്നെ കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധം. നമുക്കറിയാം എപ്പോഴും പ്രതിപക്ഷം വളരെ തണുത്ത നിലപാടെന്ന് പറഞ്ഞ് അത് അവരെ തന്നെ ബാധിച്ചിരുന്ന ഒരു സമയമാണ്. കാരണം ഒരുപാട് കേസുകളൊക്കെ അവരുടെ മുമ്പിൽ വന്നിട്ടും തക്ക രീതിയിലുള്ള ഒരു പ്രതിഷേധം അവർ നടത്താൻ സാധിക്കാത്തത് അവരുടെ ഒരു പ്രതിപക്ഷത്തിരുന്നുകൊണ്ടുള്ള അവരുടെ ഒരു പോരായ്മ തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ നികത്തുന്ന തരത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ, അല്ലെങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഒരു വലിയൊരു പ്രതിഷേധവുമായിട്ടാണ് ചേലക്കരയിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതെ അതെ, ഇതിപ്പോൾ പറഞ്ഞ പോലെ തീ ആളിപ്പടരുക എന്ന് പറയുന്നത് ശരിയാണ്. തീ ആളിപ്പടരുന്നത് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ നെഞ്ചത്താണ്. അദ്ദേഹത്തിനെ കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ കടന്ന് കോൺഗ്രസ്സിന് അടപടലം അടിപിടിയാണ് അവിടെ നടക്കുന്നത്. അടപടലം അടിപിടിയാണ്. എല്ലാ ഒത്തിണങ്ങിയ ഒരു സാഹചര്യം, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ജയിക്കാൻ പറ്റിയ അവസരം. ആ അവസരം കൂടി കളഞ്ഞു കുളിക്കപ്പെട്ട അവസരമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF ഒരൊറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണം ഇവിടെ ആവർത്തിക്കില്ലായിരുന്നു. അവർക്ക് ഐക്യമില്ല, എന്നും തമ്മിൽ തട്ടിക്കളിയാണ്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പടിക്കൽ കൊണ്ടിട്ട് കുടമുടക്കുക. എന്നാലും ഇപ്പോൾ ചേലക്കരയിലോട്ട് വരുവാണെങ്കിൽ വലിയൊരു പ്രതിഷേധം. കാരണം പ്രതിപക്ഷത്തെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധ രീതിയിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. വലിയ ബന്ധോ ഹർത്താലോ അല്ലെങ്കിൽ നമ്മൾ അതേസമയം എന്നാൽ UDFന്റെ പറഞ്ഞ കാലത്ത് CPMന്റെ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ട് തീ കത്തിച്ചവന്മാർ തല്ലി തകർന്ന് തരിപ്പണമാക്കും. ഏത് MP ഏത് മന്ത്രിയെ താഴെ ഇറക്കണമെന്ന് വെച്ചാൽ അവരുടെ ഒറ്റ പ്രതിഷേധത്തിൽ ഇറങ്ങും, സ്വമേധയാ ആൾക്കാർ ഇറങ്ങിപ്പോവും. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് അത്ര വലിയ വികാരങ്ങളോ ഉള്ള പാർട്ടി പ്രവർത്തകരല്ല ഇതിലുള്ളത്. പക്ഷെ ഇപ്പോൾ ചേലക്കരയിൽ ഭയങ്കര രൂക്ഷമായി കെ രാധാകൃഷ്ണൻ രാജിവെക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് UDF പ്രവർത്തകർ ഫുള്ള് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏതവസ്ഥയിൽ ചെന്നെത്തും? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് LDFനെയും കൊണ്ട് പോവും. എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ UDF ആകപ്പാടെ അങ്കലാപ്പിലായിരിക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന സ്വരച്ചേർച്ച എന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല. അപ്പം കുറച്ച് എനർജി ഇതിനു വേണ്ടി വിനിയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് കെ രാധാകൃഷ്ണനെതിരെ, ഇത് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? ഇവരെല്ലാം ഇതിൽ പ്രതികളാണ്. TH മുസ്തഫ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, അല്ല മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് പ്രതികളാണെന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ സംശയം. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് യുക്തിഭദ്രമായിട്ട് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിനുള്ള തെളിവുകൾ കണ്ടെത്തി പാർട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്ഥാപിച്ചു. ആ അക്കൗണ്ടിൽ നിന്ന് ഓരോരുത്തർക്കായിട്ട് കടം കൊടുത്തിരുന്നു. ആ കടം കൊടുത്തതിൻ്റെ കമ്മീഷനൊക്കെ പാർട്ടി വാങ്ങിച്ചു. കെ രാധാകൃഷ്ണനായിരുന്നു അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിയായത്. അല്ല, അദ്ദേഹത്തിനോട് ആർക്കും ഒരു വിരോധവും ഉണ്ടായിട്ടില്ല. നല്ല മനുഷ്യനാണ്, പച്ച മനുഷ്യനാണ് അദ്ദേഹം. പാർട്ടിയുടെ ഒരു അടിമയായിപ്പോയി. പാർട്ടി അദ്ദേഹത്തിനെ കള്ളനാക്കി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കള്ളത്തരം കാണിച്ചു. കമ്മീഷനൊന്നും വാങ്ങിക്കാത്ത സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനാണ്. ആ മനുഷ്യനെ കൂടി കറപ്റ്റാക്കി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ അഴിമതിക്കാരനാക്കിയെന്നാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കെ രാധാകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശുദ്ധമായിട്ടുള്ള വ്യക്തിത്വത്തെ കളങ്കിതമാക്കി തീർത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തെ അദ്ദേഹത്തിന് അഴിമതിയുടെ പേരിൽ തൻ്റെ ജീവിതകാലത്ത് ഇങ്ങനൊരു പ്രതിഷേധത്തെ അദ്ദേഹത്തിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് റെക്കോർഡിലുള്ളതാണ്. EDക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡിലുണ്ട്. ഇതെങ്ങനെയാണ് ഈ പണം പോയിട്ടുള്ളത്? ഇവിടെ അഴിമതി നടന്നു എന്ന് CPM പറയുന്നു, കോൺഗ്രസ് പറയുന്നു, എല്ലാവരും പറയുന്നു. പക്ഷേ അവസാനം ഇതിൻ്റെ റൂട്ട് കണ്ടെത്തിയത് ED ആണ്. അവരാണ് കണ്ടെത്തിയത് ഈ പണം പാർട്ടി അട്ടിമറിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് കടം കൊടുത്തു. കടം കൊടുത്തവരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചു. എന്നിട്ട് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരങ്ങൾ പണിഞ്ഞുയർത്തി. അതാണ് അവരുടെ ഫണ്ടായിട്ട് ഉപയോഗിച്ചത്. എന്നിട്ട് അവരാണ് ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് ഫണ്ട് സ്വീകരിച്ച BJPയെ കുറ്റം പറഞ്ഞുകൊണ്ടും അഴിമതിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടും ഇരുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ സ്വയം അഴിമതിയുടെ ചെളിക്കുളത്തിൽ മുങ്ങി നിൽക്കുകയാണെന്ന് സ്വയം ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത്. EDയെ ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയെ പ്രഹരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഇപ്പോൾ 1-2 ദിവസത്തെ ഒരു പ്രതിഷേധം കാണും. അതോടുകൂടി അത് അവസാനിക്കും. പക്ഷേ ED അത് പഴ്സ്യൂ ചെയ്യും, ചോദ്യം ചെയ്യും, വിചാരണ ചെയ്യും. ഇതിപ്പം തെരഞ്ഞെടുപ്പ് വരുന്നത് നിലമ്പൂർ മാത്രമല്ലല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ പാർട്ടിക്ക് തന്നെ ഇതൊരു പ്രതികൂലമായിട്ടുള്ള
കാര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വ്യക്തികളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ ശ്രമിക്കുന്നത് പാർട്ടി? കാരണം തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ജനങ്ങളുടെ പൊതുവേ ഉള്ളൊരു വിരോധാഭാസം ഉള്ളത് കൊണ്ടും. അതെ, തീർച്ചയായിട്ടും ED ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് പാർട്ടിക്ക് ഒന്നാമത്തെ പ്രതിയുടെ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. അവർ കൃത്യമായിട്ട് 68ാം സ്ഥാനം മാത്രമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിചാരണകളിലേക്കൊക്കെ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒന്നും ഇതിനൊരു അറുതി വരില്ല. ഈ വിചാരണ തുടർന്നുകൊണ്ടേയിരിക്കും. ശിക്ഷ അതും കഴിഞ്ഞേ വരികയുള്ളൂ. ധാരാളം സമയമെടുക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു സൂചകമായിട്ട് ഇത് വരാൻ സാധ്യത കുറവാണ്. പ്രതിപട്ടികയിലുണ്ടെന്ന് മാത്രം. പ്രതിപട്ടികയിൽ അത് വെറുതെ പറയുന്നതാണെന്ന് CPM പറഞ്ഞ് രക്ഷപ്പെടാനുള്ള പഴുതുണ്ട്. അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ വിധി വന്നു കഴിഞ്ഞാൽ തന്നെ അവർ വേറെ അപ്പീലിന് പോകും. സുപ്രീം കോടതി വരെ ഇങ്ങനെ തുടരുന്നൊരു പദ്ധതിയാണ്. 10-20 അങ്ങനെയാണ് 20 വർഷമൊക്കെ കേസ് നീണ്ടുപോവുക. അങ്ങനെ നീണ്ടുപോകാനാണ് സാധ്യത കാണുന്നത്. വേറെ ഒന്നും ഇമ്മീഡിയറ്റ് ആയി ഇതിപ്പം തട്ടിപ്പ് നടത്തി എന്നുള്ളത് കാര്യം സത്യമാണല്ലോ. ഇത് മറ്റേ മാസപ്പടി പോലൊന്നും നമുക്ക് മാറ്റി മറിച്ച് ചിന്തിക്കാനോ അല്ലെ അവർക്ക് അതിന് പുകമറയിടാനോ പറ്റത്തില്ല. 100-150 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതാണ്. അല്ലെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിക്ഷേപിച്ചവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും പകൽ പോലെ വെളിച്ചമാണ്. ഇതിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ പറയാം അതങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ അല്ലായിരുന്നു, നേരത്തെ ഇരുന്ന ആളായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിലും എത്രമാത്രം പറയാൻ പറ്റും അവർക്ക്? തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഇവരെ 2-3 പേരെ മാറ്റി നിർത്തേണ്ടുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ രാജി UDF ആവശ്യപ്പെടുമ്പോൾ അത് മാറ്റി നിർത്തേണ്ടുന്ന ഒരു സാഹചര്യമല്ലേ വരുന്നത്? മൊയ്തീൻ പറഞ്ഞല്ലോ അഴിമതി നടന്നിട്ടുണ്ടെന്ന്. പക്ഷേ റൂട്ട് അദ്ദേഹവും പറയത്തില്ല. റൂട്ട് സ്ഥാപിച്ചത് ഇപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള റൂട്ട് സ്ഥാപിച്ചത് വാസ്കോഡി ഗാമയാണെന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ റൂട്ട് സ്ഥാപിച്ചത് ED ആണ്. നിങ്ങളതല്ലെങ്കിൽ എങ്ങനെ കണ്ടസ്റ്റ് ചെയ്യും? നിങ്ങൾ പറയൂ ED എവിടെയാണ് കള്ളം പറഞ്ഞിരിക്കുന്നതിൽ? വളരെ വ്യക്തതയോടുകൂടി ഇത് പാർട്ടിയെ തകർക്കാനുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ പറഞ്ഞിരിക്കുന്നു? എന്ത് കള്ളമാണ് ED പറഞ്ഞിട്ടുള്ളതിൽ? ഒന്നുമില്ല. 100% സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത്. കള്ളപ്പണം കുറച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്തു ED. കേരള ഗവൺമെൻറ്റിന് അത് കഴിഞ്ഞിട്ടില്ല, കേരളത്തിൻ്റെ പോലീസ് വകുപ്പിന് അത് കഴിഞ്ഞിട്ടില്ല, കേരളത്തിൻ്റെ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇൻ്റലിജൻസിനും കഴിഞ്ഞിട്ടില്ല. അത് സാധിച്ചത് ED ആണ്. ED നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ, ചേലക്കര, തൃക്കാക്കര, പാലക്കാട് ഇങ്ങോട്ടുള്ളതൊന്നും ഇനിയിപ്പോൾ LDF നോക്കണ്ടെന്നാണ് തോന്നുന്നത്. നിലമ്പൂർ എല്ലാം പോയി. ആ ഭാഗത്തോട്ടെല്ലാം പറഞ്ഞു അത് വരാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വിധി വരിക എന്ന് പറയുന്നത് വളരെ വർഷങ്ങളെടുക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ വിധി വരും. എന്നാൽ ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട്. അത് നേരത്തെ പ്രത്യേകിച്ച് ഈ കരുവന്നൂർ മാത്രമല്ല, നിരവധി സഹകരണ ബാങ്കുകൾ ഇതുപോലെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതെന്തായാലും മുന്നിൽ ഉണ്ട്. പക്ഷെ ഇത് ഒരു പക്ഷേ ഇതിപ്പോ പാർട്ടി ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഈ പിണറായിയെ സപ്പോർട്ട് ചെയ്ത് അത് ഏകദേശം വഴിയായി. ഈ പാർട്ടി ഇത്തരത്തിലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയല്ലേ അവർക്ക് ആ പാർട്ടിയുടെ ഒരു പ്രശ്നത്തിന് തന്നെ വഴി കളിക്കുന്നത്. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ അടുത്ത സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്കും വോട്ട് പകുതിയായിട്ട് കുറഞ്ഞതാ. കെ രാധാകൃഷ്ണന്റെ പേഴ്സണൽ ഗ്ലാമർ നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമല്ല ഈ കരുവന്നൂർ അതിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ പടിപടിയായിട്ട് ബാക്കിയെല്ലാം UDF ജയിക്കുകയും ചെയ്തു. അങ്ങനെ UDF ഒരു മേൽക്കൈ കരുവന്നൂരിന്റെ പേരിൽ തന്നെ ആൾറെഡി നേരിട്ടുണ്ട്. EDയുടെ കുറ്റം കൊണ്ടല്ലത്. ആ കേസിൽ അവർ ആൾറെഡി പ്രതികളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് പക്ഷേ ആ അനുകൂല സാഹചര്യമാണ് നശിപ്പിച്ച് ഒരു PV അൻവറിനെ ഇടങ്കോലിട്ട് തിരിപ്പിച്ചിട്ട് നാറ്റിച്ച് നാറാണക്കല്ലാക്കി പിന്നെ കെ സുധാകരനെ അനവസരത്തിലൊരു മാറ്റവും മാറ്റി. അത് ഒരു പരിഹരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ഭരണമാറ്റം, ഭാരവാഹി മാറ്റം സൃഷ്ടിച്ചതെന്ന് അന്ന് ഞാൻ പറയുന്നു, ഇന്നും പറയുന്നു. ഇനിയിപ്പോൾ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കാൻ സാധ്യതയുണ്ടോ? രാധാകൃഷ്ണൻ രാജിവെക്കാൻ പാർട്ടി സമ്മതിക്കില്ല. കാരണം പാർട്ടി കുറ്റമേൽക്കുന്നില്ല. പാർട്ടിയുടെ തീരുമാനം അദ്ദേഹത്തിന് അനുസരിക്കാൻ പറ്റും. പാർട്ടി പറയുന്നത് ഞങ്ങൾ ഇതിനകത്തിൽ പങ്കാളികളല്ല, ഇത് രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ്. ഇപ്പൊ മാസപ്പടി വന്നപ്പോൾ നിങ്ങൾ പറയും, ജനങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നിങ്ങൾ എന്തിടപാടാണ് നടത്തിയത്? നിങ്ങളത് പറയാം. അത് പറയുന്നില്ല. ഇത് തന്നെയല്ലേ ഇപ്പോൾ ഞങ്ങളൊന്നും തെറ്റ് ചെയ്ത് ഞങ്ങൾ തെറ്റ് ചെയ്തതിന് തെളിയിക്കുക. അതും തെളിയിക്കത്തില്ല. പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം ഇയാൾ കുറ്റക്കാരൻ, രാധാകൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് പാർട്ടി പറഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റും. അല്ലാതെ CBIയോ സുപ്രീം കോടതിയോ പറഞ്ഞാലും അവർക്ക് ബാധകമല്ല. ആ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഭരണത്തിന് മീതെയുള്ള ഒരു ഭരണമാണ് പാർട്ടി ഭരണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അങ്ങനെ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഗവൺമെൻറ് അല്ല, പാർട്ടിയാണ് രാജ്യത്തെ ഭരിക്കുന്നത്.